റൈറ്റ്. എന്തായാലും രാജസ്ഥാൻ സ്വദേശികളെ വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവ് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ 38 ദിവസമായി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലായിരുന്ന കുട്ടികളെ വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. थैंक यू। हमारा बच्चा मिला, हम खुश हो गया। हाँ, हमको हमारी मम्मी लड़ जाए इसमें। हमारी मम्मी लड़ जाए। दुगन बस हमको मेरे मम्मी पास जाऊंगा। वो बोलते हैं मेरे मम्मी के साथ जाएगा। मैं मम्मी के साथ जाया? हाँ खुशी? हाँ, तो बोल मेरी मम्मी के पास जाऊंगा। मैं मम्मी के पास आऊंगा। मैं खुशी हो गया। मैं खुश हो गया। ഏതായാലും വളരെ ശുഭകരമായ കാര്യങ്ങൾ പര്യവസാനിച്ചിരിക്കുന്നു. അവരുടെ ഇന്നലെ നമ്മുടെ മുന്നിൽ കരഞ്ഞ് കണ്ണുകളുമായി നിന്ന രണ്ട് അമ്മമാരും ഇപ്പോൾ ചിരിച്ച് അവരുടെ കുട്ടികളെ 38 ദിവസത്തിന് ശേഷം അവർക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഉച്ചയോടുകൂടി ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധിയെത്തി. എന്നാൽ രാത്രിയോടുകൂടിയാണ് ഈ ഉത്തരവ് അവർക്ക് അതിന്റെ പകർപ്പ് ലഭിച്ചത്. അതിനുശേഷമാണ് ഏതാണ്ട് 1 മണിക്കൂറോളമായി ഇവർ ഈ അഭയമന്ദിരത്തിൽ എത്തി ഈ കുട്ടികളെ എടുത്തിരിക്കുന്നു. രണ്ട് കുട്ടികളും വളരെ സന്തോഷത്തോടുകൂടി അവരുടെ അമ്മമാരോടൊപ്പം അച്ഛന്മാരോടൊപ്പം ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും രാവിലെ മുതൽ നടത്തിയ നമ്മുടെ യാത്രകൾക്ക് ഒരു ഫലം കണ്ടെത്തിയിരിക്കുന്നു. CWC ചെയർമാൻ നമ്മൾ രാവിലെ തത്സമയം കണക്ട് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു, ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കുട്ടികളെ വിടാം എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ എത്തിച്ചു നൽകുകയും പിന്നീട് കോടതിയിൽ ഇത് ഹാജരാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഏതായാലും ഒരു ചിരിക്കുന്ന ദിവസമായി മാറിയിരിക്കുന്നത്. ഈ കൃത്യത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാളും അഭിഭാഷകയായ മധുവൻ തന്നെയാണ്. എന്ത് തോന്നുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകളില്ല. പ്രത്യേകിച്ച് നിങ്ങളോടാണ് എനിക്ക് ഏറ്റവും കടപ്പാട്. നിങ്ങൾ ദൈവ വിട്ടതുപോലെ വന്ന് കൃത്യമായിട്ട് എൻ്റെ ഈ 21 വർഷത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിഭാഷക ജീവിതത്തിൽ ഇതുപോലെ തൃപ്തികരമായിട്ടുള്ളൊരു കേസ് ഞാൻ ചെയ്തിട്ടില്ല. വളരെ നന്ദിയുണ്ട്. കുട്ടികളുടെ മുഖത്ത് അവർ പക്ഷേ വിഷമം വിട്ടുപോകുമ്പോഴുള്ള വിഷമം. അപ്പോൾ അവരോട് ഞാൻ പറയുന്നുണ്ട്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് കാണണമെന്ന്. ഹിന്ദി ഒന്നും കൂടെ പഠിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇധർ ഖുഷിയെ दोस्तों को मिला? हाँ, सभी वीक आएगा इधर उनको देखने के लिए? हाँ, ओके, धन्यवाद. അഭിഭാഷക കണ്ണീരോടുകൂടി കുട്ടികളെ ഏറ്റുപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം ആരും ഇല്ലാത്ത, ഇവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലാത്ത സാഹചര്യം. ഈ നാടോടികളായി തെരുവ് കച്ചവടം നടത്തി ജീവിക്കുന്ന ആളുകൾ, പക്ഷെ അവർക്ക് വേണ്ടി വാദിക്കാൻ വന്നു. എന്തായാലും ഈ കേസ് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ठीक है सर, खुश है सर। हाँ, खुशी है सर। मधु दीदी की मेहरबानी सर, बहुत अच्छा किया हमारे सर. എന്തായാലും അവർക്ക് ഇവരുടെ സഹായത്തോടുകൂടി അവരുടെ കുട്ടികളെ 38 ദിവസങ്ങൾക്ക് ശേഷം കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഈ പുനരധിവാസ കേന്ദ്രത്തിലെ ആളുകളും വളരെ സ്നേഹത്തോടു കൂടിയാണ് കുട്ടികളോട് ഇടപെട്ടത്. അവരോടുമൊക്കെ നന്ദി പറഞ്ഞ് കുടുംബം സന്തോഷമായി തന്നെ പുറത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. 38 ദിവസങ്ങൾക്ക് ശേഷം അവരുടെ അമ്മമാർക്ക് ആ കുട്ടികളോടൊപ്പം കിടന്നുറങ്ങാൻ കഴിയുന്നു എന്നത് തന്നെയാണ്, അവരുടെ നെഞ്ചിൽ ചേർന്ന് കിടക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. രണ്ട് കുട്ടികളും വളരെ സന്തോഷവാന്മാരാണ്. രണ്ട് അമ്മമാരും അച്ഛന്മാരും എല്ലാം ഇവിടെയുണ്ട്. അവരോടൊപ്പം പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാവിലെ നമ്മുടെ ഈ വാർത്ത എത്തിയപ്പോൾ മുതൽ തന്നെ അതിൻ്റെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. ഇതുവരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ച ചൈൽഡ് ലൈൻ നിലപാട് മയപ്പെടുത്തി ഇന്ന് തന്നെ വേണമെങ്കിൽ കുട്ടികളെ വിട്ടു നൽകാമെന്ന നിലപാടിലേക്ക് എത്തി. കോടതിയിലും അത് സംബന്ധിച്ചുള്ള നിലപാടുകൾ സ്വീകരിച്ചു. ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ നമ്മൾ ഉടൻ തന്നെ അവർക്ക് എത്തിച്ചു നൽകി. ആ ഒരു നടപടികൾക്ക് ശേഷമാണ് വളരെ അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവുകയും രണ്ട് കുട്ടികൾ 38 ദിവസങ്ങൾക്ക് ശേഷം അവരുടെ അമ്മമാരോടൊപ്പം ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. അഭിലാഷ്, തീർച്ചയായും ഇത്തരം വാർത്താ ഇടപെടലുകളിൽ ന്യൂസ് 18നും അഭിമാനമാണ് ഉള്ളത് അനീഷ്. കാരണം
38 ദിവസമായി, ഒരു മാസത്തിലേറെയായി കുട്ടികൾ കൺമുന്നിലുണ്ട്. പക്ഷേ അവർക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. സ്വന്തം കുട്ടികൾ, അവർ മറ്റൊരു ആലയത്തിൽ. ഭാഷാപരമായ പ്രശ്നങ്ങൾ ഉണ്ട്. ആരെ ബന്ധപ്പെടണം എന്ന് അറിയാത്തവരാണ്. ഒരു പരിധിവരെയൊക്കെ ഈ നിയമപരമായ പോരാട്ടത്തിന് പോലും ത്രാണിയില്ലാത്തവരാണ്. അവിടെയാണ് ന്യൂസ് 18-ൻ്റെ വാർത്ത ഫലം കാണുന്നത്. അനീഷ, ഇപ്പോൾ സ്വാഭാവികമായും ഈ വൈകിയെത്തുന്ന പ്രേക്ഷകരുണ്ടാകും. അവർക്ക് കുറച്ചുകൂടി നമുക്ക് ഈ ചിത്രം എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, ഈ രണ്ട് കുട്ടികൾ ഇവരുടെ മുത്തശ്ശിയുടെ കൂടെ ആയിരുന്നു ഈ കൊച്ചി മറൈൻ ഡ്രൈവ് ഭാഗത്ത് ഉണ്ടായിരുന്നത്. അവർ ഈ മുത്തശ്ശി കച്ചവടം ചെയ്യുകയായിരുന്നു. ഇതിനിടയ്ക്ക് അവർ ബാത്റൂമിൽ പോയ സമയത്താണ് രണ്ട് കുട്ടികൾ ഒറ്റപ്പെട്ട് ആ സ്ഥലത്ത് നിന്നത്. ഉടൻ തന്നെ ആരുടെയോ സന്ദേശപ്രകാരം പോലീസ് സ്ഥലത്തെത്തുകയും ഈ രണ്ട് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു. അതിനുശേഷമാണ് ചൈൽഡ് ലൈൻ കുട്ടികളുടെ സുരക്ഷ ഏറ്റെടുത്തു. അന്ന് തന്നെ ഈ മാതാവ് പോലീസ് സ്റ്റേഷനിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് ചെന്ന് തൻ്റെ കുട്ടിയെ വിട്ടു നൽകണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് അതിന് തയ്യാറായില്ല. പിന്നീട് ചൈൽഡ് ലൈനെ സമീപിക്കുകയാണ് ചെയ്തത്. ചൈൽഡ് ലൈനെ സമീപിച്ചെങ്കിലും ഈ കുട്ടികളെ നേരിട്ട് വന്ന് ഇവിടെ കാണാനുള്ള അനുമതി പോലും ചൈൽഡ് ലൈൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഈ കുട്ടികൾ എങ്ങനെ ഈ മാതാവിൻ്റെ ആണ് എന്ന് സംബന്ധിച്ച രേഖകളാണ് ചൈൽഡ് ലൈൻ ആദ്യം ചോദിച്ചത്. ഇവർക്ക് പറ്റുന്ന രീതിയിലുള്ള രേഖകളൊക്കെ സമാഹരിച്ച് നൽകിയെങ്കിലും അത് കണക്കിലെടുത്ത് വിടാൻ തയ്യാറായില്ല. പിന്നീട് വീണ്ടും ഓരോ ന്യായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വന്ന് അങ്ങനെയാണ് ഇവർ ഹൈക്കോടതിയെ ഈ അഭിഭാഷകയായ മധുബൻ മുഖേന സമീപിച്ച് ഒരു നീതിക്ക് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. അപ്പോഴും കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാക്കുന്ന രീതിയിൽ തന്നെയുള്ള ഇടപെടലുകളാണ് നടത്തിയത്. ഇവർ നൽകിയ സർട്ടിഫിക്കറ്റുകളൊന്നും ഇവരുടെ ഈ കുട്ടികളുടെ പിതൃത്വം മാതൃത്വം ഒന്നും തെളിയിക്കാൻ പര്യാപ്തമല്ല. ഇവർ ഈ ഭിക്ഷാടന മാഫിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്ന രീതിയിലുള്ള പരാമർശം വരെ അവിടെ ഈ ചൈൽഡ് ലൈനിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതിനുശേഷമാണ് ഇവർ അറ്റകൈ പ്രയോഗം എന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾ DNA പരിശോധന നടത്തി ഞങ്ങളുടെ കുട്ടികളെന്ന് വേണമെങ്കിൽ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അറിയിച്ചു. ചെലവുകളൊക്കെ അവർ വരിക്കണം എന്നും പറയുകയും ചെയ്തു. അപ്പോഴും ആ ടെസ്റ്റ് നടത്തിയാലും ഈ കുട്ടികളെ ഇവിടുന്ന് സ്വതന്ത്രമാക്കിയ ശേഷം പിന്നീട് ഈ മാതാപിതാക്കൾക്ക് ഇവരെ നോക്കാനുള്ള ത്രാണിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് കിടന്നുറങ്ങാനുള്ള വൃത്തിയുള്ള സ്ഥലങ്ങളില്ല, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഒപ്പം വിദ്യാഭ്യാസം അടക്കമുള്ള സൗകര്യങ്ങൾ ഏൽപ്പിക്കാൻ ഈ കുടുംബത്തിന് കഴിയില്ല എന്നും പറയുന്നു. അതുകൊണ്ട് അത്തരം ന്യായങ്ങൾ പറഞ്ഞ് വീണ്ടും തടയുന്നു. ഇവരെ ഡൽഹിയിലുള്ള CWC കേന്ദ്രത്തിലേക്ക് മാറ്റണം. കാരണം ഇവർക്ക് ഹിന്ദിയാണ് അറിയാവുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഇവരുടെ പുനരധിവാസം ഈ രക്ഷകർത്താക്കൾക്ക് വിട്ടു നൽകിയില്ല, ഡൽഹിയിലേക്ക് മാറ്റും എന്ന് അറിയിക്കുന്നു. അപ്പോഴും അവിടെ അനീഷ, ഇവർ രാജസ്ഥാൻ സ്വദേശികളല്ലേ? അപ്പോൾ സ്വാഭാവികമായും എന്തിനാണ് ഈ ഡൽഹിയിലേക്ക് അയക്കുക എന്നൊക്കെയുള്ള ഒരു നിലപാട് അവർ ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത്? എന്തായിരുന്നു അവരുടെ ഒരു വിശദീകരണം? ഈ രാജസ്ഥാൻ സ്വദേശികളാണെങ്കിൽ ഇവരുടെ ബന്ധുക്കളൊക്കെ താമസിക്കുന്നത് ഡൽഹിയിലാണ്. ഒപ്പം ഡൽഹിയിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് താമസിക്കാനുള്ള പ്രത്യേക അഭയ കേന്ദ്രങ്ങളുണ്ട്, കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ ഡൽഹിയിലാണ് ഇവരുടെ മറ്റ് വേരുകളുള്ളത്, ഡൽഹിയിലാണ് ഇവർക്ക് കൂടുതൽ ജീവിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവർ സീസണലായിട്ട് കേരളത്തിലെത്തി കച്ചവടം നടത്തുന്ന ആളുകളാണ്. ഈ ബ്രോഡ്വേയിലെ ഒക്കെ സ്ട്രീറ്റ് വെണ്ടർ ലൈസൻസ് ഉള്ള ആളുകളാണ്. അവർ അവിടെ അങ്ങനെ ജീവിച്ച് വരുന്ന ആളുകളാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ 6-7 വയസ്സ് വരെയൊക്കെ കുട്ടികൾ ഈ മാതാപിതാക്കളുടെ കൂടെ ഉണ്ടാവുക. അതിനുശേഷം ഡൽഹിയിലെ ബന്ധുക്കളുടെ അടുത്തേക്ക് എത്തുകയും അവിടെ ആണ് ഇവർ പഠിക്കുകയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കുട്ടികളെ അവർ അനീഷ, തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോയി വരാം. അവരുടെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകരടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു സന്തോഷം തീർച്ചയായും ഉത്തരേന്ത്യയിലെ ശീലങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ ഇത്തരം രീതികളോടൊക്കെ വിയോജിപ്പുകൾ ഉണ്ടാകാം, പക്ഷേ ഇങ്ങനെ ഒരു നന്ദി പ്രകടനം എന്ന നിലയിൽ അവർ കാൽതൊട്ട് വന്ദിക്കുന്നു എന്നുള്ളതൊക്കെ അവിടുത്തെ ഒരു ശീലമാണ്. അത്രമേൽ സന്തോഷത്തിലാണ്. നമുക്ക് ആ ഒരു ആംബിയൻസിലേക്ക് കൂടി പോയ ശേഷം വളരെ പെട്ടെന്ന് തിരികെ എത്താം. थैंक यू के साथ मैं भी आता है। तुम मेरे साथ हो। ഏ दीदी मेरे साथ है। दीदी मेरे साथ है। मधु दीदी है, मेरा बड़ा दीदी है।
ഭാഷയുടെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ അതിർവരമ്പുകൾക്കപ്പുറമാണ് മാനുഷിക ബന്ധങ്ങളും മൂല്യങ്ങളും എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അവർ വലിയ സന്തോഷത്തോടെ ദീദി ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുന്നത് പോലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം ആണ് നൽകുന്നത്. അവരുടെ ബന്ധുക്കളിലേക്ക് ആ കുട്ടികൾ തിരികെ എത്തുന്നു. അനീഷ്, എന്തായാലും ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആ കുട്ടി മറ്റൊരു കുട്ടിയെ ഉൾപ്പെടെ വാരി പുണരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ഒരു പക്ഷേ സഹോദരിയോ സഹോദരനോ ഒക്കെ ആകാം. ആരൊക്കെയാണ് ഇവരെ ഈ കുട്ടികളെ ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നത്? അത്തരം വിവരങ്ങൾ കൂടി. ചുംബനം നൽകി ഏറ്റെടുത്തത് ഈ കുട്ടിയുടെ സഹോദരനാണ്, ഇളയ അനിയനാണ്. ഇളയ അനുജനടക്കമുള്ള മറ്റു പല കുട്ടികളും, ഇവരുടെ ബന്ധുക്കളായ പല കുട്ടികളും ഇന്നലെ നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ടിരുന്നു. അവരൊക്കെ വിലപിക്കുകയായിരുന്നു. കാരണം ദിവസങ്ങളായി സഹോദരന്മാരെ കാണാത്തതിലുള്ള നിരാശയും സങ്കടവും ഒക്കെ ഇന്നലെ ചെറിയ കുട്ടികൾ പോലും പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ, രണ്ട് കുട്ടികളുടെയും അച്ഛന്മാരും അമ്മമാരും ഒപ്പം ചേച്ചിയുമാണ്, മറ്റൊരു ചേച്ചിയുമാണുള്ളത്. ഇവർ 5 പേരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവർ കുട്ടികളെ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഓട്ടോറിക്ഷയും മറ്റും പിടിച്ചാവും പോകാനുള്ള കാത്തിരിപ്പാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. അവരോട് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. ഒരു വിവേചനം പല മേഖലകളിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ആളുകൾക്ക് വേണ്ടി ഇടപെടാനുള്ള ആളുകൾ, ഈ ഭാഷയും മറ്റു അതിർവരമ്പുകൾക്കൊക്കെ അപ്പുറത്ത് അവരെയും തീർച്ചയായും അനീഷ് സൂചിപ്പിക്കുന്ന പോലെ ഇവർക്ക് ഈ ഒരു തിക്താനുഭവം ഉണ്ടായി കേരളത്തിൽ നിന്ന്. ഇനിയിപ്പോൾ എന്താണ്, അവർ നാട്ടിലേക്ക് പോവുക എന്നതാണോ, അതെയോ കേരളത്തിൽ തന്നെ അപ്പോൾ പോലും അവരുടെ കുട്ടികൾ തിരികെ എത്തുന്നു, ആളുകൾ ഇടപെടുന്നു? ഇത്തരം കാഴ്ചകൾ മറ്റു പല സംസ്ഥാനങ്ങളിലും ചിലപ്പോൾ കാണാൻ സാധിക്കുന്ന ഒന്നല്ല എന്നുകൂടി നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഇവരിവിടെ തന്നെ ഇനി തുടരാനാണോ? എന്താണ് ഇവരുടെ പദ്ധതികൾ എന്ന് പറയുന്നത്? ഇവര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈസൻസ്ഡ് ആയിട്ടുള്ള സ്ട്രീറ്റ് വെൻഡറാണ്. അപ്പോൾ ഇവർക്ക് ഈ ഡൽഹി പോലത്തെ ഉള്ള സ്ഥലത്തിലെ ഈ കൊടും തണുപ്പും കൊടും ചൂടും ഒന്നും അനുഭവിക്കുക എന്ന് തന്നെ പറയണം. അനുഭവിച്ച് ജീവിക്കാനുള്ള ആരോഗ്യമുള്ളവരല്ല. പിന്നെ അവിടെ അത്ര വലിയ ഈ ഒരു കച്ചവടത്തിന് വലിയ സ്കോപ്പ് ഇവർ കാണാത്തത് കൊണ്ടാണ് നമ്മുടെ പോലത്തെ ഒരു സംസ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നതും ഒരുപാട് വർഷമായിട്ട്. അപ്പോൾ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടികളെ സ്കൂളിൽ ചേർക്കാനും, ഇവരുടെ മുതിർന്ന കുട്ടികളൊക്കെ ഡൽഹിയിലാണ് പഠിക്കുന്നത്. ഇവരെ പഠിപ്പിച്ച് ഞാൻ ഫ്രീ പഠനം ഇടയ്ക്ക് നടത്താറുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. അവർ സഹകരിച്ചു നിന്നാൽ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വളരെ എൻ്റെ ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർ എപ്പോഴും എൻ്റെ മരണം വരെ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും സൗജന്യമായി തന്നെ എടുത്തു പറയുന്നു. केरला से वो बच्चे को गांव में स्कूल पढ़ा के इधर पढ़ने को सभी व्यवस्था करेगा. दीदी करेगा, वो होएगा. ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നതാണ് പറഞ്ഞത്. പക്ഷേ കാരണം പോയാലും ഇവര് തിരിച്ചു വരും, കുട്ടികൾ അവിടെ ഒറ്റപ്പെടുമല്ലോ. എന്തായാലും അഭിഭാഷക കുട്ടികളുടെ പഠന ചെലവ് പൂർണ്ണമായും ഏറ്റെടുക്കാമെന്ന് അറിയിച്ചു. അല്ലെങ്കിൽ അവരുടെ ഗ്രാമത്തിൽ വിട്ട് പഠിപ്പിക്കുന്നതിനുള്ള ആലോചനയായിരുന്നു. അതുകൊണ്ട് അവർക്ക് ദീദിയെ അത്രമാത്രം വിശ്വാസമുണ്ട്. നാട്ടിൽ തന്നെ നിർത്തി പഠിപ്പിക്കാനുള്ള ഒരു മനസ്സ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും അവർ കേരളത്തിൽ തന്നെ ഉണ്ടാവും, കേരളത്തിൽ തന്നെ കച്ചവടം നടത്തും. ഈ കൊച്ചിൻ നഗരസഭയുടെ കീഴിലുള്ള അംഗീകൃത സ്ട്രീറ്റ് വെൻഡേഴ്സാണ്. ഇവർക്ക് ലൈസൻസ് അടക്കമുള്ള തിരിച്ചറിയൽ കാർഡ് അടക്കമുള്ള ആളുകളാണ്. അവർ ഇവിടെ തന്നെ കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവർ കേരളത്തിൽ തന്നെ ഉണ്ടാവും, കേരളത്തിൽ തന്നെ തുടരും. അവരുടെ കുട്ടികളുമായി സന്തോഷത്തോടെ ഇവിടെ തന്നെ ജീവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവർ അവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ താമസിക്കുന്ന ലോഡ്ജിലേക്ക് മടങ്ങാനുള്ള നീക്കത്തിലാണ്. അവർ കയറുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഓട്ടോറിക്ഷയിൽ കയറി അവർ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ കാത്തിരിക്കുന്ന മറ്റു ബന്ധുക്കളെ കാണാൻ പോകുന്നു. ഒപ്പം മറ്റു സഹോദരങ്ങളൊക്കെ അവരെ കാത്തിരിക്കുന്നുണ്ട്. അവരെയൊക്കെ കാണാനുള്ള ഒരു യാത്രയിലാണ്. അങ്ങനെ സുഖകരമായ സന്തോഷകരമായ ഒരു പരിസമാപ്തി ആ വാർത്തയ്ക്കുണ്ടായിരിക്കുന്നു. അവർ കുട്ടികളുമായി അവരുടെ വീടുകളിലേക്ക്, താമസിക്കുന്ന ഇടങ്ങളിലേക്ക് മടങ്ങുന്ന ആ ഒരു ദൃശ്യം ആണിപ്പോൾ നമ്മൾ കാണുന്നത്. ഓട്ടോറിക്ഷയിൽ ഈ പള്ളുരുത്തിയിലെ സ്നേഹഭവനിൽ നിന്നും അവർ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അഭിലാഷ്, എന്തായാലും ന്യൂസ് 18 ഒരു വാർത്താ ദിനം കൈകാര്യം ചെയ്ത വാർത്ത ഇത് തന്നെയായിരുന്നു. ഇന്നത്തെ ഒരു വാർത്താ ദിനത്തിൽ ഈ ഒരു പ്രതിസന്ധി काटा
ചേട്ടാ വിട്ടോ. ഒരു വാർത്താ ദിനം മുഴുവൻ ന്യൂസ് 18 ഈ വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന വഴിയോര കച്ചവടക്കാരായിരുന്നു. അവരുടെ കുട്ടികളെ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകുന്നു. എന്തായാലും അധികൃതരും ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായും വീഴ്ച വരുത്തിയെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. കാരണം ഇവരുടെ മാതാപിതാക്കളാണ് എന്നതിന് കൃത്യമായി തെളിവുകൾ ഉണ്ടായിരിക്കണം. അലഞ്ഞ് തിരിഞ്ഞ് നടന്ന കുട്ടികളാണോ, ഇവർ ഭിക്ഷാടന മാഫിയയുടെ ഭാഗമായിട്ടുള്ളവരാണോ എന്നൊക്കെ തിരിച്ചറിയേണ്ടതുണ്ടായിരുന്നു. അവർക്ക് മികച്ച വിദ്യാഭ്യാസമൊക്കെ നൽകുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഡൽഹിയിലേക്ക് അടക്കം അയക്കുവാനുള്ള നീക്കം നടക്കുമ്പോഴും അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ തെരുവ് ജീവിതമാണ്, വലിയ ആർഭാടങ്ങളുള്ള ജീവിതമല്ല. പക്ഷേ അവർ ആ ജീവിതമാണ് ആസ്വദിക്കുന്നത്. സ്വന്തം അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ഒക്കെ അടങ്ങുന്ന ഒരു ലോകം തന്നെയാണ് അവരുടേത്. ആ ലോകം നഷ്ടമായിട്ടാണ് ഇന്ന് 38 ദിവസമാകുന്നത്. ഇന്നത്തെ വാർത്താ ദിനം നമ്മൾ ഈ വാർത്തയ്ക്കൊപ്പം തന്നെയായിരുന്നു. ഒരു ദിവസം ഒരു വാർത്താ പകൽ കൊണ്ട് അതിൽ ഇടപെടലുണ്ടാകുന്നു, ഫലം കാണുന്നു എന്നുള്ളതാണ് അനീഷ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആ രീതിയിൽ നമ്മളിത് എപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു, പിന്നീട് ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടായത്, അക്കാര്യങ്ങൾ കൂടി. തീർച്ചയായും ഈ CWCയുടെ ഭാഗത്തു നിന്നും കൃത്യമായ രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും ആണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല, ഇവർ ഭിക്ഷാടന മാഫിയുമായി ബന്ധപ്പെട്ട ആളുകളാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ഇത്തരം പലവിധ സന്ദേഹങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ഈ കാര്യം രാവിലെ വാർത്തയായി 10 മണിയോടുകൂടി ഈ വിഷയം വളരെ സമഗ്രമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ നമ്മളോട് ഈ ചർച്ചയിൽ തന്നെ ഒരു കാര്യം പറഞ്ഞത്. ഈ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലെയുള്ള എന്തെങ്കിലും കൃത്യമായ രേഖകൾ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ കുട്ടികളെ വിട്ടയക്കാം എന്ന വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറ്റെടുക്കുകയും പിന്നീട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനോട് നീക്കം നടത്തുകയും ചെയ്തു. ഒടുവിൽ ഈ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുകയും അഭിഭാഷക മുഖേന അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും പിന്നീട് അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെട്ട് ഇത്തരമൊരു രേഖ അയച്ചിട്ടുണ്ട്, താങ്കൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തണം എന്ന് പറയുകയുമായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇത് കോടതിയുടെ പരിഗണനയിലേക്ക് പോയ ഒരു വിഷയമായതുകൊണ്ട് തന്നെ തനിക്ക് ഈ ഘട്ടത്തിൽ ഈ നേരിട്ട് കുട്ടികളെ മോചിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ കുട്ടികളെ രക്ഷകർത്താക്കളോടൊപ്പം കൊടുത്തുവിടുന്നതിന് പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ രേഖ ഈ കുട്ടികളുടെ ആണ് എന്ന് ഉറപ്പ് വന്നിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികൾ ഈ അനാഥരല്ല, അല്ലെങ്കിൽ അവർ മറ്റുള്ളിടത്തു നിന്നും കൊണ്ടുവന്ന കുട്ടികളല്ല, ഈ വന്ന ആളുകളുടെ ഈ മായയുടെയും ബാബരിയുടെയും ഒക്കെ കുട്ടികൾ തന്നെയാണ് എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഓരോ തവണ കേസ് പരിഗണിച്ചപ്പോഴും വളരെ കർശനമായ നിലപാട് സ്വീകരിച്ച ചൈൽഡ് ലൈൻ ഇന്ന് ഈ കുട്ടികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളോട് പറഞ്ഞ രീതിയിൽ തന്നെ ഒരു അയവ് നമ്മുടെ ഇടപെടൽ ആണ് ഫലം കണ്ടത്. ആ കുട്ടികളുടെ ദൃശ്യങ്ങൾ അവരുടെ രക്ഷിതാക്കളിലേക്ക് എത്രത്തോളം സന്തോഷത്തോടെയാണ് ഓടിയെത്തുന്നത് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് കണ്ടു നോക്കാം. ഇവിടുന്ന് കൊടുത്താണോ ഈ ഡ്രസ്? ഇന്നത്തെ പ്രധാന വാർത്തകളുടെ ഒരു സമഗ്ര ചിത്രമാണ് സാധാരണ ടോപ്പ് 18-ൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാറ്. അതിനിടയിലാണ് ഈ സന്തോഷ കാഴ്ച പങ്കുവെക്കേണ്ടി വന്നത്. കാരണം ഒരു വാർത്താ ദിനം ന്യൂസ് 18 നടത്തിയ ഇടപെടൽ ഫലം കാണുന്നു. ആ അമ്മയുടെ പ്രതികരണം ഇനി ഞങ്ങൾക്ക് ഉറങ്ങാം എന്നുള്ളതായിരുന്നു. അതുതന്നെയാണ് ഞങ്ങളുടെയും വലിയ സന്തോഷം. 2 കുട്ടികൾ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇനി സമാധാനമായി ഉറങ്ങാം. ടോപ്പ് 18 അവസാനിക്കുന്നു. നമസ്കാരം.